ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി ശരത്തിനെ അന്വേഷിച്ച് വീട്ടിൽ പോയി, അവിടെ കാണുന്നില്ല. അങ്ങനെ സച്ചിയോടെ കാറക്കിടുന്ന സ്ഥലമില്ലേ അവിടെ പോകുമ്പോഴേക്കും നമ്മുടെ മഹേഷിനെ ലോൺ കൊടുക്കാനുള്ള പലിശ കൊടുക്കാനുള്ള ആൾക്കാർ വന്ന് മഹേഷിനെ തല്ലുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ശരത്തും ഉണ്ട്. സച്ചി വരുമ്പോഴേക്കും എല്ലാവരും കൂടി മഹേഷിനെ ഉപദ്രവിക്കുവാണ്. സച്ചി അവരെയൊക്കെ ഇടിച്ച് ഓടിക്കും. അപ്പോഴാണ് നമ്മുടെ ശരത്തും അവിടെ സച്ചിയേട്ടാന്ന് പറഞ്ഞ് വന്ന് സച്ചിയേട്ടൻ്റെ കോളറൊക്കെ കയറി പിടിക്കുന്നത്. അപ്പോഴേക്കും സച്ചി ശരത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ച് അവശതയാക്കും. അങ്ങനെ ശരത്ത് ഹോസ്പിറ്റലിലോട്ട് പോകുവാണ് അമ്മേനെ അനിയത്തിനെയൊക്കെ ആയിട്ട്. അവിടെ പോയി പറയുന്നത് വണ്ടിയിൽ നിന്നും വീണെന്നാണ്. പക്ഷെ ഡോക്ടർക്ക് പരിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ബൈക്കിൽ നിന്നും വീണതൊന്നുമല്ല, ആരോ പിടിച്ച് തിരിച്ചൊടിച്ച പോലെ ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ രേവതി ഇതൊക്കെ കേട്ട് ഓടി വരുവാണ്. രേവതിയും പറഞ്ഞു സച്ചിയേട്ടൻ ഈ വിവരം അറിഞ്ഞാൽ ഓടി വരും, കാരണം എൻ്റെ കുടുംബം സച്ചിയേട്ടൻ്റെ കുടുംബം പോലെയാണല്ലോ കാണുന്നത്, സച്ചിയേട്ടൻ തന്നെയാണ് ഇത് അവൻ്റെ കൈ ഒടിച്ചതെന്ന് രേവതിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ചോദിക്കും, എന്തിനാടാ ശരത്തിൻ്റെ കൈ നീ അങ്ങനെ തിരിച്ചൊടിച്ചത്? എന്നെ ഇടിച്ചത് പേര് ഞാൻ പലിശ കൊടുക്കാത്തതുകൊണ്ടല്ലോ അവരെന്നെ ഉപദ്രവിച്ചത്. അപ്പോൾ നമ്മുടെ സച്ചി പറയും, ഞാൻ മറ്റവനെ ഇടിച്ചത് അതുകൊണ്ടാണ്, പക്ഷെ ശരത്തിനെ ഇടിച്ചതിൻ്റെ കാരണം അതല്ലടാന്ന് പറഞ്ഞ് ശരത്തിനെ ഇടിച്ചതിൻ്റെ കാരണം സച്ചി മഹേഷിനോട് പറയാൻ പോകുവാണ്. അതെന്താണെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.